ഹായ് ഓൾ. ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ വെച്ചാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതായത് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ സൈഡിലേക്കാണ് ട്രേഡ് നോക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതായത് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആയിട്ട് കുറച്ച് താഴേക്ക് വന്നതിന് ശേഷം സൈഡിലേക്ക് നിഫ്റ്റി പോകും, അതായത് മുകളിലേക്ക് നിഫ്റ്റി പോകും. അതായത് സൈഡിലേക്ക് ട്രേഡ് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിഫ്റ്റി അതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, താഴേക്ക് വന്നു, അതിനുശേഷം നിഫ്റ്റി സൈഡിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് ഇന്നലെ വീഡിയോ കണ്ടിട്ട് ആയിരിക്കും ഇന്ന് ട്രേഡിന് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ ചെറിയൊരു ഇത് കാണിച്ച റിവേഴ്സ് ട്രേഡ് എടുത്തിരുന്നു. രാവിലെ തന്നെ നിഫ്റ്റിയിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ കുറച്ചും കൂടി താഴേക്ക് വരും എന്നൊരു കണക്കൂട്ടലായിട്ട് ഞാൻ ബൈ ചെയ്തത്. പക്ഷേ അത് തെറ്റിപ്പോയി. അത് പുട്ട് ഓപ്ഷൻ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോകുന്ന ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലാണ് ഞാൻ ഇറങ്ങിയത്. 2 ട്രേഡ് എന്നുണ്ടായത്. നാളത്തെ ലെവലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെവലുകൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 25,150 25,200. അപ്പോൾ നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 25,200 25,250 ഇടയിലാണെങ്കിൽ അത് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ വീണ്ടും നിഫ്റ്റി താഴത്തേക്ക് വന്നതിന് ശേഷം 25,250 25,200 സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിനുള്ളിൽ വന്ന് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ മാത്രം സൈഡിലേക്ക് ട്രേഡ് എടുത്താൽ മതി. ഞാൻ മിക്കവാറും നാളെ സൈഡിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാളെ. പിന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ 25,200 25,220 ഇന്നത്തെ ഹൈ ഒക്കെ ഉണ്ടല്ലോ ഈ ലെവല്, 25,230 ആ ലെവലൊക്കെ അവിടെ വരെ എത്തിയിട്ട് തിരിച്ച് താഴേക്ക് വന്ന് 25,200 വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ രണ്ടാമത് ട്രേഡ് സൈഡിലേക്ക് എടുക്കുന്നുള്ളൂ. ചെറിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ഒന്ന് റിവേഴ്സ് ആവും. അതിന് ചിലപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ SL വെച്ചിട്ട് താഴത്തേക്ക് ഒരു ട്രേഡ് എടുക്കും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ സൈഡിലേക്ക് ഒരു ട്രേഡ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. അതായത് ഏകദേശം 25,150 25,120 ആ റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് മിക്കവാറും ഒരു പുട്ട് ഓപ്ഷനിലേക്കാണ് സൈഡിലേക്കാണ് നോക്കുന്നത്. മാത്രമല്ല നാളെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്നും പറയുന്ന പോലെ നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് മെൽട്ടായി പോകും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ എടുക്കുന്ന ബൈ ആണെങ്കിൽ അത് ലോട്ട് സൈസ് കുറച്ചെടുക്കുക. നിങ്ങൾ റിസ്കിന് പറ്റുന്ന ലോട്ട് മാത്രം എടുക്കുക. എന്നിട്ട് ആ പ്രീമിയം മൊത്തമായിട്ട് മാർക്കറ്റിൽ കൊടുക്കാൻ റെഡിയായിട്ട് നമ്മൾ ബൈ ചെയ്യുക. ഓക്കെ, സെല്ല് ചെയ്യുന്നില്ല നാളെ, എന്തായാലും സെല്ല് ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം പ്രീമിയം കുറവാണെങ്കിൽ സെല്ല് ചെയ്യുന്നില്ല. അല്ല നല്ലൊരു ഡയറക്ഷൻ കിട്ടിയാൽ ചിലപ്പോൾ സെല്ലിലേക്ക് പോകും. എന്തായാലും ഹീറോ ട്രേഡും നാളെ ഉണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിട്ടില്ല, ഈ ആഴ്ച കിട്ടുമോന്നില്ല നോക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ. നമ്മൾ നോക്കി വെച്ചോളും. 25,120 മുതൽ 25,150 വരെ ഉള്ള ഒരു റേഞ്ച് ഉണ്ട്. പിന്നെ 25,200 മുതൽ 25,250 വരെ ഒരു റേഞ്ച് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് 25,350 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 25,350 വരെ, അത് 25,250 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി 25,350 വരെ പോകാനുള്ള സ്ട്രെങ്ത് നിഫ്റ്റിക്കുണ്ട്. അല്ല 25,200 ബ്രേക്ക് ചെയ്താൽ ഇന്നത്തെ ഒരു റേഞ്ച് ഉണ്ട് 25,120 അല്ലെങ്കിൽ 150 ആ റേഞ്ച് വരെ വരും നിഫ്റ്റി. പിന്നെ അതും ബ്രേക്ക് ചെയ്താൽ മാത്രമേ 25,000 എത്തി. 25,120 ബ്രേക്ക് ചെയ്താൽ 25,000 വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ അത് നാളെ ഇപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ലൊരു കയറ്റാൻ നിഫ്റ്റി തന്നത്. നമുക്ക് നാളത്തെ റേഞ്ച് നോക്കിയിട്ട് നമുക്ക് നാളെ എന്തെങ്കിലും നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.